ശബരിമല ദ്വാരപാലക സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിന്റെയും അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ SITക്ക് നേരെ വിമർശനം ഉയരുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി SIT സംഘം. ശബരിമലയിലെ കട്ടളപ്പാളി കേസിൽ തിരുവനന്തപുരം പൂജപ്പുര സബ് ജയിലിൽ കഴിയുന്ന തന്ത്രിയുടെ അടുത്തെത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ കേസായ ദ്വാരപാലക സ്വർണ്ണ കവർച്ചയിൽ വിജിലൻസ് കോടതിയുടെ അനുമതി തേടിയിരുന്നു. കോടതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചതിന് ശേഷമാണ് SIT സംഘത്തിന്റെ നടപടി. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റി മഹസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നു എന്നാണ് ആദ്യ കേസിൽ SIT സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുവഴി തന്ത്രിക്കും സ്വർണ്ണ കവർച്ച ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SIT സംഘം വ്യക്തമാക്കുന്നത്. തന്ത്രി ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കുവാനും ബാധ്യസ്ഥനാണെന്നും SIT സംഘത്തിന് നിലപാടുണ്ട്. ഈ ഉത്തരവാദിത്വം മറന്ന് കട്ടളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മൗനാനുവാദം നൽകിയെന്നാണ് SITയുടെ വിലയിരുത്തൽ. അതേസമയം കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെയും പ്രതികൾ മൊഴി നൽകിയിട്ടും അറസ്റ്റ് ചെയ്യാത്ത SITയുടെ നടപടിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. നടപടി സ്വീകരിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദമാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.